ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഞാൻ മുരിങ്ങയില തോരൻ വെച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു കറിയാണിത്. നമുക്ക് വളരെ ഈസിയായി തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങയിൽ നിന്ന് ഇല പറിച്ചെടുത്ത് ഇതുപോലെ തോരൻ വെച്ച് നമുക്ക് കഴിക്കാം. പിന്നെ മുരിങ്ങയില നല്ല പല രോഗപ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം അത് കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല ഇലക്കറിയാണ് മുരിങ്ങയിലക്കറി. പിന്നെ അതിന് ഒരു ദോഷമെന്ന് പറയുന്നത്, നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് ഇത് അമിതമായിട്ട് കഴിക്കരുത്. അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കത്തില്ല. നല്ല കട്ടിയുള്ള ഒരു ഇലയാണ് ഇത് ഇല. അപ്പോൾ നമ്മൾ കൂടുതൽ കഴിച്ചാൽ ചിലപ്പം ലൂസ് മോഷൻ പിടിക്കും, ചിലപ്പം പിന്നെ ദഹിക്കാതെ വരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം കുറച്ച് മിതമായിട്ട് മാത്രമേ മുരിങ്ങയില കഴിക്കാവുള്ളൂ. എന്നും മുരിങ്ങയില കറി വെച്ച് കഴിക്കാനൊന്നും പാടില്ല. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മുരിങ്ങയില കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ എങ്ങനെയാണ് മുരിങ്ങയില തോരൻ വെച്ചെടുക്കുന്നതെന്ന് നോക്കാം. പ്രഷർ കുറയ്ക്കുന്നതിനുള്ള ഒരു നല്ല ഇലക്കറിയാണ് മുരിങ്ങയില. പിന്നെ മുരിങ്ങയിലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പ്രോട്ടീൻ, പൊട്ടാസ്യം, ഇരുമ്പ്, അമിനോ ആസിഡ്, ബീറ്റ കരോട്ടിൻ, കാൽസ്യം, ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡുകൾ ഇവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് നമ്മുടെ മുരിങ്ങയില. ഇതുകൊണ്ട് നമുക്ക് നല്ല ഒരു തോരൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്ത് ഇതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരപ്പ്. ഇതിനുള്ള അരപ്പാണ് റെഡിയാക്കേണ്ടത്. ഞാൻ അതിനായിട്ട് കുറച്ച് തേങ്ങ, ഇതുപോലത്തെ 4 പീസ് തേങ്ങ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി 1 കഷ്ണം മറ്റോ ചേർത്താൽ മതി. ഇത്രയും മതി നമുക്ക് അരപ്പ് റെഡിയാക്കാൻ. ആദ്യം നമുക്ക് ഈ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞാൽ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയിലയിലേക്ക് നമ്മളിതുണ്ടോ വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റിക്കളയണം. പാത്രത്തിൽ വെള്ളം അധികം വേണ്ട. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇലക്കറി തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇലക്കറി പെട്ടെന്ന് തന്നെ വാടുമ്പോഴത്തേക്കും കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ ഉപ്പ് പൊടിയാണ് ഇടുന്നത്. ഉപ്പ് പൊടി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചീനിച്ചട്ടിയിലേക്കാണ് ഇടുന്നതെങ്കിൽ നന്നായിട്ട് മിക്സ് ആകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പുമെല്ലാം പുരട്ടിയതിന് ശേഷം ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം എല്ലായിടത്തും തന്നെ ഇലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും അരപ്പ് പിടിക്കും. ഇപ്പം ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളം, ഈ അരപ്പ് വെള്ളം മിക്സിയിൽ അരച്ചത് കൊണ്ട് നമ്മൾ ജാറിനകത്തിരിക്കുന്ന തേങ്ങയും എല്ലാം കൂടി നമുക്കിത് അല്പം അരപ്പുവെള്ളം ഒഴിച്ച് ഈ കയ്യിലേക്ക് ഇതുപോലെ കുറച്ചൊഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്മേൽ വയ്ക്കാം. പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇലക്കറി, അതായത് മുരിങ്ങയില, നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഒരല്പം പോലും എണ്ണ ഇതിനകത്ത് ഒഴിക്കുന്നില്ല. ഫ്ലെയിം നമുക്ക് വളരെ കുറച്ച് വെക്കണം. വളരെ കുറച്ച് വെച്ചാൽ മതിയേ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇല ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം എങ്ങനെ വെക്കുന്നോ അതനുസരിച്ചായിരിക്കും ഇത് നന്നായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നമുക്കിനി മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മുരിങ്ങത്തോരൻ ഇതുപോലെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്കൊന്ന് തുറന്നു നോക്കാവേ. കണ്ടോ, നമ്മുടെ മുരിങ്ങയിലെല്ലാം വാടിയിരിപ്പുണ്ട്, പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇതേപോലെ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. അപ്പം നമുക്ക്
ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മുരിങ്ങത്തോരൻ വയ്ക്കുന്ന ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. നിങ്ങളും അതുപോലെ തന്നെ മുരിങ്ങത്തോരൻ വെച്ച് നോക്കണം. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, മൂടി വയ്ക്കണം. ഇപ്പോൾ ഒരു അരമുക്കാൽ വേവോളം ആയിട്ടുണ്ട്. എന്നാലും ഇലയല്ലേ, ഇലയായതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് വേകണം. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇതുപോലെ വെച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ച് കഴിയുമ്പം 5 മിനിറ്റ് മതി. ഇല്ലെങ്കിൽ ചുവട്ടിലിത് കരിഞ്ഞു പിടിക്കും. അപ്പം കണ്ടോ, കറക്റ്റായിട്ട് വന്നിരിക്കുന്നു, കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം നോക്കിക്കേ, നമുക്ക് മുരിങ്ങയില ഒരു മുക്കാലും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഈ ഇല, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്കത് ദഹനത്തിന് ഇതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെക്കാട്ടിലും ഇല കുറച്ചുകൂടെ ചുരുങ്ങിയിട്ടുണ്ട് കണ്ടോ, വെന്തു, കുറച്ചുകൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ മുരിങ്ങയില കറി വയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുകയും പിന്നെ മൂടി വയ്ക്കുകയൊക്കെ ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തുമാത്രം അത് വെന്തു എന്നറിയുമ്പോൾ കുറച്ചുകൂടെ ഈ ഇല അങ്ങ് ചുരുങ്ങും. അപ്പോഴത്തേക്കും അത് കുറേ കൂടെ വേവും. ഇപ്പം നമ്മുടെ മുരിങ്ങയില ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഇതുപോലെ എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്